ഡിസ്കസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ 2019 ചോദ്യമാണ് ടീച്ചർ ആദ്യം ചെയ്യുന്നത്. അപ്പൊ എന്താ നോക്കാം. ഇതാണ് ചോദ്യം. ഇഫ് -√3 - I whole raised to 30 equal to -4 raised to k, then the value of k is options 15, 20, 25, 30, 60. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ ഇതാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പോ നമുക്കൊരു സൂത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഹോൾ റേഷ്യോ 30 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഹോൾ റേഷ്യോ 30, അതായത് ഹോൾ റേഷ്യോ 30, ഹോൾ റേഷ്യോ 40, അതായത് വലിയ വലിയ പവേഴ്സ് വരുമ്പോൾ ചെയ്യാൻ എളുപ്പം ഏതാണ്? പോളാർ ഫോം ആണ്. ഓക്കെ. ഇനി വേറൊരു സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റ വരുന്നത് ഏതൊക്കെയാണ്? 1/√3 അല്ലെ. ടാനിന് കറക്റ്റായിട്ട് ആംഗിൾ കിട്ടുന്നത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 1/√3 കിട്ടുന്നുണ്ട് ടാൻ ആംഗിൾ അല്ലെ. 1/√3 എപ്പോഴാണ്? 60 ഡിഗ്രി അല്ലെ. സോറി 60 അല്ല 30 ഡിഗ്രി, 5/6. അതുപോലെ എത്രയാണ്? √3, അതുപോലെ 1. അപ്പൊ ഈ കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോ ഏത്? √3, 1, അതായത് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും രണ്ടും വേണമെങ്കിൽ 1 ആവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം √3 ഏതെങ്കിലും ഒരെണ്ണം 1 വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പോളാർ ഫോമിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ടാൻ തീറ്റ പെട്ടെന്ന് കിട്ടും ഇതിന്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ പെട്ടെന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇവിടെ എന്താ പറയുന്നത്? -√3 - I whole raised to 30 equal to -4 raised to k. ഓക്കെ. അങ്ങനെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്തിട്ട് നെഗറ്റീവിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ മൈനസിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ -√3 + I whole raised to 30. ഹോൾ റേസ് ടു 30 ആണ്. അപ്പൊ ഈ നെഗറ്റീവ് എന്തായി മാറും? പോസിറ്റീവായി മാറും. which is equal to √3 + I whole raised to 30 അല്ലെ. ഇതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? -4 raised to k നോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാം? പോളാർ ഫോം ആക്കി മാറ്റാം. പോളാർ ഫോം ആക്കണമെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? √3 + I ആണ് മാറ്റാൻ പോകുന്നത്. അപ്പൊ √3 + I അതിനെ മാറ്റാൻ പോണേ. അപ്പൊ അതിന്റെ റിയൽ പാർട്ട് ആരാണ്? √3 ആണ്. ഇമാജിനറി പാർട്ട് ആരാണ്? 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റാം കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ്? R വേണം. R = √ റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? 3 + 1 which is equal to 4 ആണ്. 4ന്റെ റൂട്ട് എന്താണ്? 2. സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പൊ 6 കിട്ടി. ഇനി തീറ്റ കാണണം. തീറ്റ ഈക്വൽ ടു എന്താണ്? തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് മോഡ് y/x. y എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, iന്റെ കൂടെ നിൽക്കുന്ന ആള് ഇമാജിനറി പാർട്ട് ആണ് കേട്ടോ. y എന്ന് പറയുന്നത് 1/√3. 1/√3. അപ്പൊ എന്ത് ചെയ്തു? tan ഇൻവേഴ്സ് ഓഫ് 1/√3 എപ്പോഴാ വരിക? 30 ഡിഗ്രി അല്ലെ. അതായത് tan ഇൻവേഴ്സ് തീറ്റ ഈക്വൽ ടു എന്താണ്? തീറ്റ ഈക്വൽ ടു π/6. തീറ്റ ഈക്വൽ ടു π/6. ക്ലിയർ ആണല്ലോ. നമുക്ക് ആംഗിൾ ഉറപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ നോക്കുക. √3 + I അല്ലേ മാറ്റുന്നത്. അപ്പൊ √3 + I രണ്ടും പോസിറ്റീവ് ആണ്. അതായത് അതിന്റെ റിയൽ പാർട്ട് എക്സും പോസിറ്റീവ് ആണ്, y അതായത് ഇമാജിനറി പാർട്ടും പോസിറ്റീവ് ആണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഏതായിരിക്കും ക്വാഡ്രന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതാണോ ആംഗിൾ നമുക്ക് കിട്ടിയത് സെയിം ആംഗിൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. സോറി. ഓക്കെ. അപ്പൊ തീറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? സെയിം തീറ്റ തന്നെ കൊടുത്താൽ മതി. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പോകണം? നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മറ്റേ പോളാർ ഫോമിലേക്ക് എഴുതാം. പോളാർ ഫോം ഇതിന് നമുക്ക് അപ്പൊ എങ്ങനെ എഴുതാം? √3 + I നെ നമുക്ക് R × e⁻⁴ R എന്താണ്? 2 × e⁻⁴ എന്ന് പറഞ്ഞാൽ π/6 ആണ്. ഇങ്ങനെയൊക്കെ മാറ്റാം. അപ്പൊ നമ്മുടെ ചോദ്യം മാറി അല്ലെ. ചോദ്യം എന്തായി മാറി? ചോദ്യം എന്താവുന്നു? ഇതിന് പകരം എന്തെഴുതാം? 2 × e⁻⁴ π/6 whole raised to 30 equal to -4 raised to k. ഓക്കെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും പവർ കൊടുക്കാം. which is equal to ഇതിനെ കൊടുക്കുമ്പോൾ എന്ത് വരും? 2 raised to 30 × e⁻⁴ പവറും പവർ മൾട്ടിപ്ലൈ ചെയ്യല്ലേ ചെയ്യാ. അപ്പൊ എന്ത് വരും? I × π/6 × 30 equal to -4 raised to k. അപ്പൊ നമുക്ക് 30 ക്യാൻസൽ ആവും, 5 വരും. ഓക്കെ. അപ്പൊ എന്ത് വരും? 2 raised to 30 × e⁻⁵ equal to -4 raised to k. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിനൊന്ന് ക്ലിയർ ആയിട്ട് -4 raised to k ആക്കണമെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം അല്ലെ. ഓയിലർ ഫോം എഴുതാം. അപ്പൊ എന്ത് വരുന്നു? 2 raised to 30 × നമ്മള് ഈനെ എന്ത് ചെയ്യുക? കോസിന്റെയും സൈനിന്റെ ടേമിലേക്ക് മാറ്റാം. അപ്പൊ cos θ അതായത് cos 5π + I sin 5π equal to -4 raised to k. ഒരു കാര്യം ചെയ്യാം. sin 5π എത്ര മക്കളെ? 0 അല്ലെ. sin പൈന്റെ ആംഗിൾ മൾട്ടിപ്പിൾ ഒക്കെ എന്താ വരിക? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എല്ലാം 0 ആയി പോകും. അപ്പൊ cos 5π എന്താ വരിക? -1. അതറിയാമെന്ന് വിചാരിക്കുന്നു. 2 raised to 30 ×
cos 5π. കോസിന്റെ അകത്ത് ഓഡ് പൈ വരികയാണെങ്കിൽ -1 ആണ്. ഈവൺ 2π 4π 6π ഒക്കെ വരികയാണെങ്കിൽ 1 ആണ്. ഇവിടെ ഓഡ് പൈ ആണ്. അപ്പൊ -1 + 0 = -4:k. ഓക്കെ, ഇത് -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? -2:30 = -4:k. ഓക്കെ, നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആയി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 4ന്റെ പവർ ആക്കണം അല്ലെ? അപ്പൊ 4ന്റെ പവർ ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 നമുക്ക് എന്ത് എഴുതാം? 2 × 15 എഴുതി കൂടെ. 30 എഴുതാം 2 × 15, കാരണം 2² ആണ് ആരാവുക? 4 ആവുക. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? 2² ഹോൾ റേസ്റ്റ് പവർ, പവറിന്റെ പവർ ആണല്ലോ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2² 4:15 = 4:k. അപ്പൊ k ആരാ മക്കളെ? k = 15. k = 15. ഏതാണ് ഓപ്ഷൻ? 15. യെസ്, ഓപ്ഷൻ എ. ഇതിന്റെ അകത്ത് ധാരാളം സ്റ്റെപ്പുകൾ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. ഇഷ്ടംപോലെ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനുള്ളിൽ ഒഴിവാക്കാൻ സാധിക്കും. ഞാനിപ്പോ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നതാണ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പരമാവധി സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്ത് തെറ്റാണ്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ തന്നെ വേറൊരു ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. 2019 ചോദ്യമാണ്. If omega is an imaginary cube root of unity, then 1 + omega - omega square whole raised to 7 is. Okay, options 128 omega -128 omega 128 omega square -128 omega cube -128 omega square. Okay, അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഒമേഗ ഈസ് എ ഇമാജിനറി ക്യൂബ് റൂട്ട്. നമ്മൾ പഠിച്ചതാണ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി അല്ലെ? നമ്മൾ പഠിച്ചതാണ്. ആരൊക്കെയാണ്? 1 omega square. അതിന്റെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോം എന്താണ്? അതായത് കാർട്ടീഷ്യൻ ഫോം എന്തായിരുന്നു? 1 - 1 + √3 i / 2 -1 - i √3 / 2. ഇനി അതിന്റെ പോളാർ ഫോം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? 1 e⁻i 2π/3. രണ്ടാമത് e⁻i 4π/3. ഇത് എപ്പോഴും നോക്കണം കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം എന്തായാലും വരും. ഇത് മാത്രം പഠിച്ചിട്ട് പ്രോബ്ലം എന്തായാലും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് ചെയ്യാം. എന്താ വേണ്ടത്? ഇമാജിനറി ക്യൂബ് റൂട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കറിയാം 3 ക്യൂബ് റൂട്ട് ആണുള്ളത്. ഒരെണ്ണം 1, പിന്നൊന്ന് ഒമേഗ, പിന്നൊന്ന് ഒമേഗ സ്ക്വയർ. അതിൽ 1 എന്ന് പറയുന്നത് പ്യൂർലി റിയൽ ആണ്. അപ്പൊ ഇവർ ഇമാജിനറി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒമേഗയോ അല്ലെങ്കിൽ ഒമേഗോ സ്ക്വയറോ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇനി എന്താ നോക്കൂ. 1 + omega - omega square whole raised to 7. അപ്പൊ ഇതാണ് ചോദിക്കുന്നത്. 1 + omega - omega square whole raised to 7 ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവരുടെ ആഡ് ചെയ്യുന്ന ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ റിലേഷൻ? നമുക്കറിയാലോ 1 + omega + omega square = 0. ഇത് നോക്കിയേ, 1 + omega അവിടെ ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 + omega എന്ന് പറഞ്ഞ ഇവിടെ ആരാ? = -omega square ആണ്. നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിനോട് എന്ത് ചെയ്യാം? 1 + omega = -omega square ആണ്. അപ്പൊ 1 + omega പകരം എന്ത് എഴുതാം മക്കളെ? -omega square കൊടുക്കുക. അപ്പൊ ഇവിടെ -omega square -omega square whole raised to 7 = ഓക്കെ, അപ്പൊ എന്തൊരു എത്രയാ? -2 omega square whole raised to 7. പവർ കൊടുക്കുക. അപ്പൊ നെഗറ്റീവിന്റെ പവർ ഓഡ് നമ്പർ വരുമ്പോൾ നെഗറ്റീവ് തന്നെ. പിന്നെ 2⁻7 × omega square അല്ലെ? അപ്പൊ omega square whole raised to 7 എന്ന് പറയുമ്പോൾ പവറും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ omega raised to എന്താ വരിക? 14. ഓക്കെ, ഇനി നമുക്ക് എത്രയാ? omega raised to 14. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒമേഗയുടെ പവറിൽ ഏത് നമ്പർ വന്നാലും അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ എഴുതാം. അപ്പൊ which is equal to -2⁻7 × omega raised to എന്താണ്? 14 അല്ലേ? അപ്പൊ അതിന് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതിന്റെ റിമൈൻഡർ 2 അല്ലെ? ഇതിന് മുമ്പുള്ള മൾട്ടിപ്ലർ ആണ് 3ന്റെ 12 ആണ്. അതിനുശേഷം പോകാനാലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 2. അപ്പൊ അതിന് എഴുതാം omega square. ഇനി -2⁻7 എന്ന് പറയുന്നത് -128 ആണ്. നോക്കിയാൽ മതി. omega raised to square ഏതാണ്? omega raised to 2. ഏത് ഓപ്ഷൻ? -128 മൈനസ് ഇല്ല. യെസ്, ദാ ഓപ്ഷൻ ഇ. കിട്ടിയില്ലോ? ക്ലിയർ അല്ലേ? ആകെ ടോപ്പിക് വന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. 1 + omega + omega square = 0. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 × omega × omega square = 1. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് നോട്ട് ചെയ്യും. 2019 തന്നെ വേറൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ദ കോംപ്ലക്സ് നമ്പർ √2 × sin π/8
plus I cos pi by 8 whole raised to 6 equal to. ഇതാണ് ഓപ്ഷൻ. ഇതാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? മൈനസ് ഐ 1 പ്ലസ് ഐ 1 മൈനസ് ഐ 1 പ്ലസ് ഐ 1 പ്ലസ് 2i. അതായത് എന്ത് പോളാർ ഫോമിൽ നിന്ന് എന്താക്കി മാറ്റുക? കാർട്ടീഷ്യൻ ഫോമിലേക്ക് ആക്കി മാറ്റുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ടീച്ചർ തിയറി പറയുമ്പോൾ തന്നെ പറഞ്ഞൊരു പ്രശ്നമാണ്. എങ്ങനെ പറഞ്ഞായിരുന്നത്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ് പോളാർ ഫോം ഉള്ളത് അല്ലെ. അതായത് കോസ് റിയൽ പാർട്ട് ആയിരിക്കണം, സൈൻ ആയിരിക്കണം എന്തായിരിക്കേണ്ടത്? ഇമാജിനറി പാർട്ട് ആവേണ്ടത്. അതായത് ഐന്റെ കൂടെ നിൽക്കേണ്ടത് സൈൻ ആണ്. പക്ഷെ ഈ ചോദ്യത്തിൽ നോക്കിയ ഐന്റെ കൂടെ നിൽക്കുന്ന ആരാ മക്കളെ? കോസ് ആണ് അല്ലെ. ഐന്റെ കൂടെ ആരാ നിൽക്കുന്നത്? കോസ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇല്ലേ? ഇവിടെ ഒരു പ്രശ്നം ഇല്ലേ? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം കോസിന് റിയൽ പാർട്ട് ആണ്. അപ്പൊ ഈ ഐ ഇവിടെ അല്ല വേണ്ടത്, ഇപ്പുറത്താണ് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം കോസിന്റെ അടുത്ത് ആദ്യം ഐനെ ഒഴിവാക്കണം. അത് വേണ്ടി റൂട്ട് 2 എഴുതാനേ ശ്രദ്ധിക്കാട്ടോ. ഐനെ പുറത്തേക്ക് വലിക്കുക. ഐനെ പുറത്തേക്ക് വലിക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 1/i വരും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഐ ഇല്ലാത്ത ആദ്യം ഐനെ പുറത്തേക്ക് വലിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? കോസ് പൈ ബൈ 8 അതവിടെ എഴുതാണ്. കോസ് പൈ ബൈ 8 പ്ലസ് ഇവിടെ ഐ ഇല്ല. അപ്പൊ 1/i വരും. 1/i ഇൻറ്റു സൈൻ പൈ ബൈ 8 ഹോൾ റേസ് ടു 6. ഇനി മക്കൾ പഠിക്കേണ്ട, പ്രത്യേകമായി പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1/i എന്ന് പറയുന്നത് 1/i എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് ഐ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്ടാവുന്നത്. 1/i എന്താണെന്ന് നോക്കാം. താഴെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്ററിൽ ആര് വരാൻ പാടില്ല? ഐ. അതായത് ഐന്റെ ഇമാജിനറി പാർട്ട് വരാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാം? അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ പൈ മാത്രമേ ഉള്ളൂ. അതിന്റെ പൈ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഇൻറ്റു ഐ മുകളിലും എന്ത് ചെയ്യണം? ഞാൻ ഐ ചെയ്യാണ്. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരുന്നു? 1 ഇൻറ്റു ഐ. താഴെ എന്ത് വരുന്നു? -1. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഐ. ആ മൈനസ് പിടിച്ച് മുകളിലേക്ക് കിട്ടും. അതായത് 1/i എന്ന് പറയുന്നത് ആര് തന്നെയാണ്? മൈനസ് ഐ ആണ്. ഓക്കെ, അപ്പൊ ടീച്ചർ എന്ത് ചെയ്യാണ്? ഇവിടെ 1/i എപ്പോഴും 1/i കാണുമ്പോൾ അപ്പൊ എന്താക്കി മാറ്റുക? മൈനസ് ഐ മാറ്റുക. അത് പഠിക്കാട്ടോ. അത് പലയിടത്തും ആവശ്യം വരും. അത് പഠിച്ചോണ്ട് നഷ്ടമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആ നേരത്തെ വരുന്നത് കണ്ടുപിടിക്കാൻ നിൽക്കണം. അപ്പൊ 1/i എന്ന് പറയുന്നത് ആരാണ്? മൈനസ് ഐ ആണ്. അപ്പൊ ടീച്ചർ ഞാൻ ഈ 1/i മാച്ച് എഴുതണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, നോട്ടും എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ മൈനസ് ഐ മാച്ച് എഴുതിയതാണ് കേട്ടോ. ഓക്കെ, മൈനസ് ഇനി ഇപ്പൊ ക്ലിയർ ആയി. which is equal to √2 ഇൻറ്റു നമുക്ക് നോക്കൂ ഈ ഐ ഇൻറ്റു ദിസ് വൺ ഹോൾ റേസ് ടു 6 ആണ്. അപ്പൊ 6 ഹോൾ റേസ് 6 കൊടുക്കുമ്പോൾ രണ്ടു പേർക്കും ഹോൾ റേസ് 6 കൊടുക്കണം വേണ്ടേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ഐ റേസ് ടു 6 ഇൻറ്റു ഐ റേസ് ടു 6. ഇതാരാ മക്കളെ? ഇതെന്താ സംഭവം? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അതായത് ഇ റേസ് ടു മൈനസ് അതുണ്ടായിരുന്നു കേട്ടോ. ഇ റേസ് ടു മൈനസ് ഐ തീറ്റ. തീറ്റ ആരാണ്? പൈ ബൈ 8 ഹോൾ റേസ് ടു അതിന്റെ പവറിൽ 6 അല്ലെ. അതിന്റെ റേഷ്യോ 6 ആകുമ്പോൾ നമ്മൾ പവറിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ എഴുതാൻ നിൽക്കണ്ട, സ്റ്റെപ്പ് ഒന്നും എഴുതാൻ നിൽക്കണ്ട അല്ലെ. ഹോൾ റേഷ്യോ 6 പറഞ്ഞാൽ പവറിന്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു മക്കളെ ഐ റേസ് ടു 6 എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐന്റെ പവറിൽ എന്ത് നമ്പർ വന്നാലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ എഴുതാം. അപ്പൊ എന്താ അതിന്റെ മുൻപുള്ള 4ന്റെ മൾട്ടിപ്പിൾ 4 ആണ്. ബാക്കി എത്രയുണ്ട്? 2. അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആണ്. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ 3/4. അപ്പൊ എന്ത് വരും ഇവിടെ? ഇ റേസ് ടു മൈനസ് ഐ 3π/4. ഐ സ്ക്വയർ -1 ആണ്. അപ്പൊ -√2 ഇൻറ്റു നമുക്കിത് വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് വരും? കോസ് 3π/4 മൈനസ് ഐ സൈൻ 3π/4. വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് 6നെ എക്സ്പാൻഡ് ചെയ്യാം. കോസ് 6 ഇൻറ്റു π/8 മൈനസ് ഐ സൈൻ 6 ഇൻറ്റു π/8 നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ഹോൾ റേസ് ടു n നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക which is equal to -√2 ഇൻറ്റു ഇത് നോക്കാം കേട്ടോ. കോസ് 3π/4 3π/4 എന്ന് പറഞ്ഞാൽ എന്താ? 3π/4 ഈക്വൽ ടു π - π/4 ആണ്. അതറിയാലോ അല്ലെ. 3π/4 എന്ന് പറഞ്ഞാൽ എന്താ? π - π/4. അപ്പൊ നമുക്ക് എന്ത് വരും? കോസ് കൊടുത്താലും അപ്പൊ കോസ് 3π/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് π - π/4. കോസ് π - π/4 ആണ്. ഇനി നമുക്കറിയാം കോസ് പൈനെ കണ്ടാൽ കോസ് വിഴുങ്ങും. കോസ് π/4 ആണ്. ഇനി കോസ് π - π/4 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. പൈയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് കോസ് π/4 വരും. അതുപോലെ ഇതെന്ത് വരും? സൈൻ 3π/4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ π - π/4 ആണ്. അപ്പൊ എന്താണ്? സൈൻ π - π/4 എന്ന് പറയുമ്പോൾ സൈൻ പൈനെ വിഴുങ്ങിയിട്ട് എന്ത് വരും? സൈൻ π/4 എന്ന് വരും. ഇനി എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ എന്നുള്ള മാറ്റം വരില്ല. അപ്പൊ നമുക്കിവിടെ എങ്ങനെ എഴുതാം? √2 ഇൻറ്റു കോസ് π
π/4 മൈനസിന്റെ മൈനസ് കോസ് π/4 മൈനസ് ഐ സൈൻ π/4 എന്ന് എഴുതും. അപ്പോൾ which is equal to മൈനസ് റൂട്ട് 2 ഇൻറ്റു നമുക്ക് അറിയാലോ അല്ലെ, എന്താ വരിക മൈനസ് കോസ് π/4 അല്ലെ, എന്താ വരിക 1/√2 മൈനസ് i/√2. നമുക്കറിയാം ഈ √2 രണ്ട് ഭാഗത്ത് കോണാണ് വെട്ടിക്കളഞ്ഞു. ഇനി നെഗറ്റീവ് ഉള്ളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, രണ്ട് പോസിറ്റീവ് ആയി. അപ്പൊ i 1 + i എന്തൊരു 1 + i. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് വരാം. ഓക്കെ, ക്ലിയർ അല്ലേ? വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്ത് കളയാമെന്ന്. അപ്പൊ ഇത്രയും ചെയ്തിട്ടുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഈ പോളാർ ഫോം രൂപത്തിൽ കാണുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു നോക്കണം. ഐ എന്ന് പറയുന്നത് ആരുടെ കൂടെ വേണം, സൈനിന്റെ കൂടെ വേണം. കോസ് എന്തായിട്ട് നിൽക്കണം, പ്യുവർ റിയൽ ആയിട്ട് വേണം നിൽക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അവിടെ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അയ്യനെ പിടിച്ച് ഇങ്ങനെ ചോദ്യങ്ങൾ വരും, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് അയ്യനെ പിടിച്ച് പുറത്തേക്ക് വരിക. അപ്പൊ 1/i വരുമ്പോ അവിടെ എന്ത് റീപ്ലേസ് ചെയ്യുക, -i എന്ന് റീപ്ലേസ് ചെയ്യുക. പിന്നെ എല്ലാം നമ്മുടെ പഴയ പോലെ കാര്യങ്ങൾ പോകുന്നു. പിന്നെ കുറച്ച് ട്രിഗണോമെട്രി നമുക്കറിയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഏത് ഓപ്ഷൻ 1 + i ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യും. 2019 തന്നെ അടുത്ത ചോദ്യം ചെയ്യുന്നത് നോക്കൂ. 2019 തന്നെ 4 ചോദ്യം ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഡിഫറെന്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. നിങ്ങളത് ചെയ്ത് പഠിക്കുക. ഇത്രയും ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോഴത്തേനും ആ നാക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചോദ്യം. ഇഫ് z² + z + 1 = 0. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അതെന്താണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. Where z is a complex number, then the value of z + 1/z² plus z² + 1/z² whole square plus etc. plus z⁻6 + 1/z⁻6 whole square. അപ്പൊ ഇതുപോലൊരു ചോദ്യം തന്നെ 2017 18 ചോദിക്കണ്ടേ, 17 16 ചോദിക്കണ്ടേ. അപ്പൊ അവിടെ പറഞ്ഞാൽ ഇതെന്റെ പോളിനോമിയല്, അതായത് z² + z + 1 = 0. ഈ ഒരു പോളിനോമിയൽ കുറെ ചോദിക്കുന്നുണ്ടോ, അതിന് പ്രത്യേകത ഇത് പറഞ്ഞുതരാം. എന്നിട്ട് ഈ ചോദ്യത്തിന്റെ പകുതിയുള്ളൂ. ആ 2016 ചോദ്യം സെയിം ക്വസ്റ്റ്യനില് ഈ ചോദ്യത്തിന്റെ പകുതിയുള്ളൂ. അതായത് z + 1/z² plus z² + 1/z² whole square plus z³ + 1/z³ whole square കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ 2019 ഇത് ഒരു 3 ടേം കൂടെ കൂടുതൽ ഇട്ടു. ഇത് whole⁴ 5 6 പവറുകൾ കൂടുതൽ ഇട്ടു. അപ്പൊ ഈ സംഭവം ഈ ഒരു പോളിനോമിയലാണ് അതിന്റെ ഒരു ഭംഗി കിടക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും z കാണണം അല്ലെ. z എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ ആണ്. ഏതിന്റെ സൊല്യൂഷൻ, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. എന്തൊക്കെ ഓപ്ഷൻസ്, 18 56 6 19 12 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സോൾവ് ചെയ്യാം അല്ലെ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാവുന്നതാണ് z² + z + 1 = 0. ഇതിന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പരിചയമാവണം. ഞാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാം. എന്താ വരിക, z = -b ± √b² - 4ac / 2a. അതേ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോ ഇവിടെ a എന്ന് പറയുന്നത് z² കോഎഫിഷ്യന്റ് 1 ആണ്, b എന്ന് പറയുന്നത് z ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം 1 ആണ്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് വരും, -1 ± √b² - 4ac 1² 1 -4 × 1 × 1 4 / 2. ഒക്കെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നതൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടാണ്, ആരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ which is equal to -1 plus ഇതിനകത്ത് എന്ത് വരും, √−3 / 2. റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുമ്പോൾ അത് i ആക്കി എഴുതുക. -1 പ്ലസ് ഈ റൂട്ടിന്റെ അകത്ത് എന്ത് ചെയ്യുക, √3 അങ്ങനെ എഴുതുക. അതായത് റൂട്ടിനുള്ളിൽ നിന്ന് -1 × 3 അല്ലേ, ആ √-1 എന്താക്കി മാറ്റി, i ആക്കി മാറ്റി അല്ലെ. +or- അല്ലെ, +or-. അതായത് ഇതെന്താ സംഭവം, -1. ഇനി മറക്കരുത് കേട്ടോ. അതായത് റൂട്ടിനുള്ള നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് എഴുതാണ്ടിരിക്കുക, പകരം പുറത്തെന്ത് എഴുതുക, ഒരു i എഴുതുക, അത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ഇതെന്താ സംഭവം നമുക്ക് പരിചയമുണ്ടല്ലോ. ഇതെങ്ങനെ എഴുതുക, -1 + √3i / 2 -1 - i √3 / 2. ഇത് രണ്ടും കാര്യങ്ങള്. അപ്പൊ ഇത് നമുക്ക് പരിചയമുള്ളതാണ്. ആരൊക്കെ ആൾക്കാർ ω² ഇതാണ് ടീച്ചർ പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ടീച്ചർ അതിന് വേണ്ടിയിട്ടാണ് ഒമേഗയുടെ കാർട്ടീഷ്യൻ ഫോമും പോളാർ ഫോമും പഠിപ്പിച്ചത്. അത് പഠിക്കേണ്ട വേണം. എന്തായാലും ഒരു ചോദ്യം ഇപ്പൊ തന്നെ നമ്മൾ ഈ 2019 2 3 ചോദ്യം ഈ ഒമേഗ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെ. അപ്പൊ എന്തായാലും എന്ത് ചെയ്തേ പറ്റുള്ളൂ, പഠിച്ചേ പറ്റുള്ളൂ. അതൊന്നാണ് മേജർ പോർഷൻ വരുന്നത്.
ഓക്കെ, മക്കളെ മിസ് ചെയ്യരുത്. അപ്പൊ എന്താ സംഭവം? ഇത് പറഞ്ഞാൽ എന്താണ്? ഒമേഗയും ഒമേഗ സ്ക്വയറും. ഇപ്പൊ ക്ലിയർ ആയോ? ഒമേഗയും ഒമേഗ സ്ക്വയറും ഉത്തരമായിട്ട് വരുന്ന, അതായത് സൊല്യൂഷൻ ആയിട്ട് വരുന്ന പോളിനോമിയൽ ആരെന്ന് പറയുന്നത് z²+z+1. ഇനി നോക്കൂ, ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പോളിനോമിയൽ കണ്ടാൽ തന്നെ പറഞ്ഞു ഓക്കെ z²+z+1 അതിന്റെ സൊല്യൂഷൻസ് എന്താണ്? ഒമേഗയും ഒമേഗ സ്ക്വയർ. അപ്പൊ അത് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. സാധിക്കുമെങ്കിൽ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് ഒക്കെ ഒഴിവാക്കാം. ഇത് കാണുമ്പോൾ തന്നെ പറയാം ഇത് z ആയിട്ട് വരിക ആരൊക്കെയാണ്? z=ω or ω². ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ z ഒന്നുകിൽ ഒമേഗ ആവും അല്ലെങ്കിൽ ω² ആവും. നമ്മളോട് തന്നെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു z എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒമേഗ എടുക്കാം. എളുപ്പമുള്ളത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എഴുതാണേ എന്താണ്? z+1/z² plus z²+1/z² whole square plus etc plus z⁻6+1/z⁻6 ഇതാണ് ചോദ്യം അല്ലെ. അപ്പൊ z ഡിസ്റ്റൻസ് എന്താ എടുക്കുക? z നമ്മൾ എന്താ എടുക്കുന്നു? ഒമേഗ എടുക്കുന്നു. വേണമെങ്കിൽ ω² ആയിട്ട് എടുക്കാം. പരമാവധി സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒമേഗ എടുക്കുക. രണ്ടെടുത്താലും സെയിം ആയിട്ട് തന്നെയോ ആൻസർ ഉണ്ടാവുക. അപ്പൊ ഓക്കെ, ω+1/ω² അതല്ലേ സംഭവം. നെക്സ്റ്റ് പ്ലസ് z ഉള്ളവർക്ക് ഒമേഗ കൊടുക്കുക. ഇവിടെ എന്ത് വരും? ω²+1/ω² നെക്സ്റ്റ് ഈ ക്യൂബ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്ത് വരും? ω³ +1/ω³ ഇച്ചിട്ട് അതൊക്കെ എഴുതണേ. പ്ലസ് ω⁴+1/ω⁴² പ്ലസ് ω⁵+1/ω⁵² plus ω⁴+1/ω⁴6 ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം 1 × ω × ω² = 1. ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 × ω × ω² = 1. അപ്പോൾ 1 × എന്ന കാര്യം ഉണ്ടാവും. 1 മൾട്ടിപ്ലൈ ചെയ്താൽ ഇല്ലെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ω × ω² = 1. അതായത് ω എന്താണ്? 1/ω². അല്ലെങ്കിൽ ω² = 1/ω. ഓക്കെ, ഇതിന്റെ അർത്ഥം തന്നെ കിട്ടും. ω എന്ന് പറഞ്ഞാൽ എന്താണ്? 1/ω² ആണ്. അല്ലെങ്കിൽ ω² എന്ന് പറയുന്നത് 1/ω ആണ്. അപ്പൊ ഈ 1/ എന്ന് വരുമ്പോൾ ഈ റിലേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആഡ് ചെയ്യാൻ വരുമ്പോൾ 1+ω+ω² = 0 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ടീച്ചർ നിയമം അതവിടെ എഴുതാൻ പോകുന്നു കേട്ടോ. 1/ω അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കളയാം? ഫ്രാക്ഷൻ കളയാം. അപ്പൊ which is equal to ω plus 1/ω എന്ന് പറഞ്ഞാൽ ആരാണ്? ω² ആണ്. 1/ω² എന്ന് പറയുന്നത് ആരാണ്? ഒമേഗയാണ് അല്ലെ. അപ്പൊ 1/ω പകരം എന്ത് എഴുതണം? ω² എന്ന് എഴുതണം. ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടെ എന്താണ്? ω² പ്ലസ് 1/ω² അതാരാണെന്ന് പറഞ്ഞു? ഒമേഗയാണെന്ന് പറഞ്ഞു. അപ്പൊ ω ഹോൾ സ്ക്വയർ പ്ലസ് ω³ എത്ര നമുക്കറിയാം? 1 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ എന്ത് എഴുതി? 1 പ്ലസ് 1/1 അതെന്താണ്? 1 ഹോൾ സ്ക്വയർ. ω³ എന്താണ്? 1 ആണ്. ഇനി ഇവിടെ എന്താണ്? ω⁴. ω⁴ എന്ന് പറഞ്ഞാൽ വൃത്തിക്ക് എഴുതണം. നമുക്ക് കറക്റ്റ് ആക്കി എഴുതാം. എന്താ വരിക? ω⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗയാണ് അല്ലെ. ഞാൻ പറഞ്ഞു ഒമേഗയുടെ പവറിൽ ഒരു നമ്പർ വരുമ്പോൾ 300 ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ എഴുതുക. 4നെ 300 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് റിമൈൻഡർ അല്ലെ. അപ്പൊ ω പ്ലസ് 1/ω എന്ന് വരും. എന്ത് വരും? 1/ω. 1/ω ആരാ മക്കളെ? ω² ആണ്. അത് വീണ്ടും അങ്ങനത്തെ ഏതാണ്? ഹോൾ സ്ക്വയർ പ്ലസ് ഇനി ω⁵ എന്ന് പറഞ്ഞാൽ ആരാ? അതിനെ 300 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ω² പ്ലസ് 1/ω². 1/ω² ആരാണ്? ഒമേഗയാണ്. ഹോൾ സ്ക്വയർ പ്ലസ് ω⁶. ഒമേഗയുടെ പവറിൽ എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ എന്തായി മാറും? 1 ആയി മാറും. അപ്പൊ 1 പ്ലസ് 1/1 അതായത് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ്? 1 പ്ലസ് ω പ്ലസ് ω² ഈക്വൽ ടു എന്താണ്? 0 ആണ്. ആഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആ റിലേഷൻ ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ω പ്ലസ് ω² ഇതല്ലേ? ω പ്ലസ് ω². അപ്പൊ ഈ 1 പുറത്തേക്ക് പോകുമ്പോ ω പ്ലസ് ω² ഈക്വൽ ടു എന്താണ്? -1 ആണ് അല്ലെ. ω പ്ലസ് ω² ഈക്വൽ ടു -1. അപ്പൊ ω പ്ലസ് ω²നോടൊക്കെ ഡിസ്റ്റൻസ് ചെയ്യാൻ പോകുന്നു. -1 കൊടുക്കാൻ പോകുന്നത് which is equal to എന്താണ്? -1 ഹോൾ സ്ക്വയർ പ്ലസ് വീണ്ടും ω പ്ലസ് ω². അപ്പൊ എന്ത് വരും? -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 2 പ്ലസ് 2² എന്ന് പറയുമ്പോൾ 4 അല്ലെ. പ്ലസ് ω പ്ലസ് ω² പിന്നെ -1ന്റെ സ്ക്വയർ പ്ലസ് പിന്നെ ω പ്ലസ് ω² അതായത് -1ന്റെ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 2ന്റെ സ്ക്വയർ 4 അല്ലെ. വളരെ സിമ്പിൾ ആണ്. എന്താ വരിക? -1ന്റെ സ്ക്വയർ 1 ആണ് അല്ലെ. അപ്പൊ ഇവിടെ 1
1 അപ്പൊ 2 4 എത്ര 6 ആണ്. അഗൈൻ 6 വരും. 6 + 6 12. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിരുന്നു. ഇവിടെ എന്ത് ചെയ്തു, നമ്മുടെ എല്ലാ ഒമേഗയുടെ ആ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ ഒരുവിധം എല്ലാ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. എല്ലാ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. ആകെ 2-3 പ്രോപ്പർട്ടി ഉള്ള അതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഇത് മക്കളെ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ x² + x + 1 = 0, y² + y + 1 = 0. എല്ലാത്തിന്റെയും കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ആരാണ്? ഒമേഗയും ഒമേഗ² ആണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റെപ്പ് ഒക്കെ ഒഴിവാക്കാം. ഈ സമയമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലാഭിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ ഇവിടെ കൊടുക്കുക, എവിടെ കൊടുക്കുക, ഈ സെഡിലോട്ട് കൊടുക്കുക. അപ്പൊ സെഡിലോട്ട് എന്ത് കൊടുത്തു, ഒമേഗ അല്ലെങ്കിൽ ഒമേഗ² കൊടുക്കാം. എളുപ്പമുള്ളത് കൊടുക്കുക. ഞാൻ എന്ത് ചെയ്തു, ഒമേഗ കൊടുത്തു. അപ്പൊ ഈ 1/ω 1/ω² എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 × ω × ω² = 1. അപ്പൊ ഒമേഗ = എന്ത് എഴുതാം, 1/ω² എന്ന് എഴുതാം. അല്ലെങ്കിൽ ഒമേഗ² എന്ന് പറയാം 1/ω എന്ന് പറയാം. അപ്പൊ ഈ 1/, ഉള്ളിടത്തൊക്കെ നമ്മൾ അതിനെ മാറ്റി എഴുതി. പിന്നെ സാധാരണ പോലെ സോൾവ് ചെയ്തു. ആൻസർ കിട്ടി 12 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പല 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 ഫോമാറ്റുകൾ കാണുന്നുണ്ട്. ഇതേ പോളിനോമിയൽ വെച്ചിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യൂ. അടുത്തത് 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? The value of i⁻18 plus 1/i⁻25 whole cube is equal to. ഇതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്താണ്? 1 + i / 2, 2 + 2i, 1 - i / 2, √2 - √2i, 2 - 2i. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ഐന്റെ പവറിൽ ഏത് നമ്പർ വന്നാലും നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ വേണം എഴുതാനായിട്ട് ഐന്റെ പവറിൽ തന്നെ. അപ്പൊ നമുക്ക് i⁻18 അല്ലെ. 18 മുൻപുള്ള 4ന്റെ മൾട്ടിപ്പിൾ ആരാണ്? നമുക്കറിയാം 16 ആണ്. ബാക്കി 2 ഉണ്ട്. അപ്പൊ റിമൈൻഡർ 2 ആണ്. പ്ലസ് 1/i⁻25 അല്ലെ. i⁻25. അപ്പൊ 25ന് മുൻപിലുള്ള 24 ആണ് 4ന്റെ മൾട്ടിപ്പിൾ. ബാക്കി 1 i⁻1. അപ്പൊ whole⁻3 അല്ലെ. ഇത് നമുക്കറിയാം ഈ i² എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? i² -1. ഇനി 1/i നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? 1/i എങ്ങനെ എഴുതാം? -i എന്ന് എഴുതാം, ഹോൾ ക്യൂബ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം. -1/3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്ത് വരും? 1 + i ഹോൾ ക്യൂബ്, 1 + i ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ മതി, a + b ഹോൾ ക്യൂബ് എന്നോ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ പോളാർ ഫോമിലാക്കാം. കാരണം 1 1 ആണ്. അങ്ങനെ ചെയ്തിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനെ ചെയ്യാൻ പറ്റും. നമുക്ക് 1 + i ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ചെയ്യാം. മൈനസ് പുറത്തുണ്ട്. അപ്പൊ എന്താണ് 1 + i എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a³ + b³ + 3a²b + 3ab² അങ്ങനെയാണ്. അപ്പൊ a³ എന്ന് പറഞ്ഞാൽ 1³ 1 പ്ലസ് b³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -i പ്ലസ് 3a²b. അപ്പൊ പ്ലസ് 3 × 1² 1, 3 × 1 × i 3i. നെക്സ്റ്റ് എന്താ? പ്ലസ് 3ab². b² എന്ന് പറയുമ്പോൾ i² ആണ്. അപ്പൊ -1 വരും. അപ്പൊ -3 ഇത്രയാണ് വരിക. which is equal to മൈനസ് പുറത്തുണ്ട്. 1 - 2 എന്താണ്? 1 - 3 എന്ന് പറയുന്നത് -2. i + 3i -i + 3 എന്ന് പറയുമ്പോൾ +2i. ഓക്കെ, നെഗറ്റീവ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് വരും? 2 - 2i. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ടീച്ചർ ഐന്റെ പവറിൽ വരുന്ന ഒരു പ്രോബ്ലം ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചെയ്തത്. ഇഷ്ടമുള്ള പ്രോബ്ലംസ് ഇതുപോലെ ഉണ്ട് കേട്ടോ. അതായത് ഐന്റെ പവറിൽ നമ്പേഴ്സ് വരുന്ന രീതിയിലുള്ള എന്താണ് അങ്ങനെ രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് ധാരാളം ഉണ്ട്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്യും. 2018 വേറൊരു ചോദ്യമാണത്. ഇഫ് z = e⁻i⁴pi/3 then z⁻192 plus z⁻194 whole cube. ഇതാണ് ചോദ്യം. അപ്പോ നമുക്കറിയാം ഈ i⁴pi/3 എന്ന് പറയുന്നത് എന്താണ്? ഒമേഗയാണ്. ഇതിന് വേണ്ടി ω² ആണ്. ഒമേഗ അല്ല, ω² ആണ് അല്ലെ. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ which is equal to ω². ഓക്കെ, അപ്പൊ z എന്ന് പറഞ്ഞാൽ എന്താണ്? ω² ആണ്. അതിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയി. ഓക്കെ, അപ്പൊ ഇങ്ങനെ വലിയ പവർ ഒക്കെ വരുമ്പോൾ ഓർത്തോളൂ എന്തെങ്കിലും കൊടുക്കണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ഇതിന്റെ പോളാർ ഫോമും കാർട്ടീഷ്യൻ ഫോമും പിന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചെയ്യാം. which is equal to ω² whole⁻192 plus ω² whole⁻194 whole cube.
ഓക്കെ, അപ്പൊ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാം. 192 പവറിന്റെ പവർ മൾട്ടിപ്ലൈ ചെയ്യാം. 300 200 380 384 അല്ലേ. ഒമേഗ റേസ് ടു 384 പ്ലസ് ഒമേഗ റേസ് ടു എത്ര വരിക 388 ഹോൾ ക്യൂബ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഒമേഗയുടെ പവറിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എഴുതാം. 3 8 4 12. യെസ്, 3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ എന്താ വരിക? ഒമേഗ റേസ് ടു 0 അത് 1 ആണ്. 3ന്റെ മൾട്ടിപ്പിൾ വരികയാണെങ്കിൽ എന്താ വരിക? അത് 1 ആണ്. പ്ലസ് ഇനി ഇവിടെ എത്ര വരിക? 3 ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. ഒമേഗ റേസ് ടു 1 ആയിരിക്കും വരിക അല്ലെ. ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അടുത്ത 3ന്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കും? 387 അല്ലെ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പിന്നെ 1. അപ്പൊ ഒമേഗ റേസ് ടു 1 ഒമേഗ ഹോൾ ക്യൂബ് അല്ലെ. അപ്പൊ നമുക്കറിയാം 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. അതിൽ 1 പ്ലസ് ഒമേഗ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. അതിന് പകരം മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ ക്യൂബ് ആണ്. അപ്പൊ നെഗറ്റീവിന്റെ പവറിൽ -3 വരികയാണെങ്കിൽ ഓഡ് നമ്പർ ആണ്, നെഗറ്റീവിന്റെ പുറത്തേക്ക് വരിച്ചു. പിന്നെ ഒമേഗ റേസ് ടു മൾട്ടിപ്ലൈ ചെയ്യാം. ഒമേഗ റേസ് ടു 6 ഒമേഗ റേസ് ടു 6 എന്ന് പറഞ്ഞാൽ ഒമേഗയുടെ പവറിൽ എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. which is equal to 1 which is equal to -1. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഏത് ഓപ്ഷൻ? -1 ഓപ്ഷൻ ബി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് കണ്ടിട്ട് ഒമേഗ ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യൂ. 2016 ചോദിച്ചിട്ടുള്ള ഓരോരു ചോദ്യമാണിത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡിഫറെന്റ് ആണ്, ആർഗ്യുമെന്റിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. ശ്രദ്ധിച്ചിരിക്കുക. If Z omega be two non-zero complex numbers, Z ഉം ഒമേഗയും രണ്ട് non-zero ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. And Z plus I omega conjugate equal to 0. നമ്മുടെ മെറ്റീരിയലിൽ കോൺജുഗേറ്റ് എഴുതിയിട്ടില്ല, കോൺജുഗേറ്റ് ആയിട്ട് മറക്കരുത്. Okay, Z plus I omega whole conjugate equal to 0 and argument of Z into omega equal to pi. Okay, then argument of Z എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പൊ argument of Z അപ്പൊ ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഓപ്ഷൻസ് പൈ, π/2, π/4, π/6, π/8 ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അവിടെ തുടങ്ങാം അല്ലെ. നമുക്കറിയാം കോൺജുഗേറ്റ് അഡീഷണലിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കാം അല്ലെ. അപ്പൊ Z bar plus I into omega bar equal to 0. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ അത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്കറിയാം ഇനി എന്ത് ചെയ്യാണ്? Z bar ഇവിടെ എഴുതി പ്ലസ് I into omega അല്ലേ. രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ട്. I എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ട്, ഒമേഗ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അപ്പൊ രണ്ട് മൾട്ടിപ്ലിക്കേഷനുള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കോൺജുഗേറ്റ് കൊടുക്കാം. അപ്പൊ രണ്ടുപേർക്ക് സ്പ്ലിറ്റ് ചെയ്യാണ്. I conjugate into omega conjugate equal to 0. ഐയുടെ കോൺജുഗേറ്റ് എന്താ? ഇമാജിനറി പാർട്ടിന് നെഗറ്റീവ്. അപ്പൊ എന്താ വരിക? -I അല്ലെ. അപ്പോ എന്ത് വരും? കോൺജുഗേറ്റ് ഓഫ് Z -I omega bar. ഓക്കെ, ഐന്റെ കോൺജുഗേറ്റ് -I പിന്നെ ഒമേഗയുടെ കോൺജുഗേറ്റ് ആര് തന്നെ? ഒമേഗ കോൺജുഗേറ്റ് ഈക്വൽ ടു 0. അപ്പൊ Z bar ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? I omega bar. ഓക്കെ ഓക്കെ, അതോടെ സ്റ്റോപ്പ് ആയി. അപ്പൊ Z കോൺജുഗേറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ കിട്ടി. ഇനി ഇവിടെ നോക്കാം. ആർഗ്യുമെന്റ് ഓഫ് Z into omega equal to pi. അപ്പൊ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷനുള്ളിലേക്ക് ആരെ കൊണ്ടുവരാം? ആർഗ്യുമെന്റിനെ കൊണ്ടുവരാം. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആരായി മാറുന്നു? അഡീഷനായി മാറും. അപ്പൊ അത് ഉള്ളിലേക്ക് വരുമ്പോ ആർഗ്യുമെന്റ് ഓഫ് Z പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ഈക്വൽ ടു പൈ. ഓക്കെ, അപ്പൊ നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് Z ആണ് കാണുന്നത് അല്ലെ. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും. അതായത് ആർഗ്യുമെന്റ് ഓഫ് Z ഈക്വൽ ടു പൈ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ. ഇനി ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും, ആർഗ്യുമെന്റ് ഓഫ് Z കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇവിടെയാണ് ഒമേഗയുമായിട്ടുള്ള റിലേഷൻ ഉള്ളത്. അപ്പൊ ഇതിന്റെ ആർഗ്യുമെന്റ് അല്ലേ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യാം? ആർഗ്യുമെന്റ് കൊടുക്കാം. ആർഗ്യുമെന്റ് ഓഫ് ഇത് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അവരുടെ ആർഗ്യുമെന്റ് എന്തായിരിക്കും? ഈക്വൽ, ആംഗിൾ സെയിം ആയിരിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് Z ബാറിന്റെ കോൺജുഗേറ്റ് ഇല്ല, Z-ന്റെ കോൺജുഗേറ്റ് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ Z ബാറിന്റെ കോൺജുഗേറ്റും Z-ന്റെ കോൺജുഗേറ്റും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ള ഒരു നെഗറ്റീവിന്റെ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർഗ്യുമെന്റ് ഓഫ് Z ബാർ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ആർഗ്യുമെന്റ് ഓഫ് Z. ഇവിടെ എഴുതാനേ മൈനസ് ഓഫ് ആർഗ്യുമെന്റ് ഓഫ് Z ഈക്വൽ ടു എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? ആർഗ്യുമെന്റ് ഇതാ ഇവിടെ ഉള്ളിലേക്ക് കൊടുക്കാം അല്ലെ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, I into omega bar അല്ലെ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കൊടുക്കാം ആർഗ്യുമെന്റ്. മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറും? അഡീഷൻ ആയി മാറും. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് I പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ബാർ. നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ ഒമേഗ ബാറിനെ എന്താക്കി മാറ്റണം? ഒമേഗയ്ക്ക് മാറ്റണം. അപ്പൊ ഇത് എന്തായാലും ഇവിടെ മൈനസ് വരും അല്ലെ. അപ്പോ മൈനസ് ഓഫ് ആർഗ്യുമെന്റ് ഓഫ് Z ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് I. യെസ്, ഐന്റെ ആർഗ്യുമെന്റ് മക്കളെ. I എന്ന് പറയുന്നത് എവിടെയാ?
നമ്മുടെ ഇമാജിനറി ആക്സിലെ ലെങ്ത് എന്ത്? അപ്പൊ നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസ് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഐഎമ്മിലേക്കുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ഇനി താഴത്തേക്കാണെങ്കിൽ നെഗറ്റീവ് വൈ എക്സ് ആണെങ്കിൽ, നെഗറ്റീവ് ഇമാജിനറി എക്സ് ആണെങ്കിൽ -90 ഡിഗ്രി. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് ഐ എന്ന് പറയുന്നത് π/2 90 ആണ്, അതായത് π/2. ഇനി ആർഗ്യുമെന്റ് ഓഫ് ഒമേഗനെ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ എഴുതി. ഒമേഗ കോൺജുഗേറ്റിന്റെ ആർഗ്യുമെന്റിനെ നെഗറ്റീവ് ഓഫ് എഴുതി. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് സെഡ് അല്ലേ വേണ്ടത്? ആർഗ്യുമെന്റ് ഓഫ് സെഡ് അല്ല, എന്താണ് വേണ്ടത്? ആർഗ്യുമെന്റ് ഓഫ് ഒമേഗയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുന്ന് ഇയാൾ അങ്ങോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് ഒമേഗനെ പ്രതി കൊണ്ടുവരാം. ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ഈക്വൽ ടു π/2. ഈ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ് പ്രതിക്കുമ്പോൾ പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ്. ഓക്കെ, ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ കിട്ടി. ഇത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. which is equal to പൈ ഉണ്ട് മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ഇതാണ് അല്ലെ. ഇത് ഉള്ളിലേക്ക് കൊടുക്കുക. ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? π/2 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ്. ഓക്കെ, അപ്പൊ ഇത് ഉള്ളിലേക്ക് വരുമ്പോ പൈ മൈനസ് π/2 മൈനസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ്. അപ്പൊ ഈ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഓൾറെഡി ആർഗ്യുമെന്റ് ഓഫ് സെഡ് ഉണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോ 2 ആർഗ്യുമെന്റ് ഓഫ് സെഡ് ആവും. 2 ആർഗ്യുമെന്റ് ഓഫ് സെഡ് ഈക്വൽ ടു പൈ മൈനസ് π/2. എത്രയാണ്? π/2 അല്ലെ. നമുക്ക് ഈ 2 കൂടി കളയണ്ടോ ആർഗ്യുമെന്റ് ഓഫ് സെഡ് കാണാൻ? അപ്പൊ ഹോൾ ഡിവൈഡഡ് ബൈ 4. ആർഗ്യുമെന്റ് ഓഫ് സെഡ് എന്താണ്? ഹോൾ ഡിവൈഡഡ് ബൈ 4. യെസ്, ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്ര അപ്പൊ മക്കളെ എന്ത് ചെയ്യും? മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം. ഇത്രയുള്ള ഒന്നുകൂടെ പറയാം. ഇത്ര വന്നിട്ടുണ്ട് z പ്ലസ് ഐ ഒമേഗ ഹോൾ കോൺജുഗേറ്റ് ഈക്വൽ ടു 0 എന്നുണ്ട്. ആർഗ്യുമെന്റ് ഓഫ് സെഡ് ഒമേഗ പൈ ആണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആർഗ്യുമെന്റ് ഓഫ് സെഡ് ആണ് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള 2 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ ഡീറ്റെയിൽ ചെയ്യാൻ പോവാണ് നമ്മള്. അപ്പൊ എന്താണ്? സെഡ് പ്ലസ് ഐ ഒമേഗ ഹോൾ കോൺജുഗേറ്റ് 0 ആണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ നമുക്കറിയാം അഡീഷന്റെ ഉള്ളിലേക്ക് എന്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം? കോൺജുഗേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 2 പേർക്കും കൊടുത്തു. ആദ്യത്തെ സെഡിനും കൊടുത്തു, ഐ ഒമേഗയ്ക്കും കൊടുത്തു. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കോൺജുഗേറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഐക്കും കൊടുത്തു, ഒമേഗയ്ക്കും കൊടുത്തു. ഐയുടെ കോൺജുഗേറ്റ് ആരാണ്? മൈനസ് ഐ ആണ്. അവിടെ മൈനസ് ഐ ആണ്. ചുരുക്കി പറഞ്ഞാൽ സെഡ് ബാർ ഈക്വൽ ടു എന്താണ്? ഐ ഒമേഗ ബാർ എന്ന് എഴുതി അവിടെ നിർത്തി. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ആർഗ്യുമെന്റ് ഓഫ് സെഡ് ഒമേഗ ഈക്വൽ ടു പൈ ആണ്. അപ്പൊ ആർഗ്യുമെന്റ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് പോകും, അതെങ്ങനെ മാറും? അഡീഷൻ ആയി മാറും. അപ്പൊ അഡീഷൻ ആയി എഴുതി. ഇനി എന്താണ്? നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് സെഡ് അല്ലേ കാണുന്നത്? അപ്പൊ ഇയാളെ പ്രതി കൊണ്ടുപോയി നമുക്ക് കാണേണ്ട ആളെ നിർത്തി ബാക്കി ആളെ പ്രതി കൊണ്ടുപോയി പൈ മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് ഓഫ് സെഡ് കിട്ടും. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ കിട്ടുമെങ്കിൽ ഒമേഗയുടെ എക്സ്പ്രഷൻ ഇവിടെയുള്ളത് അല്ലെ. അപ്പൊ z ബാർ ഈക്വൽ ടു ഐ ഒമേഗ ബാർ എന്ന്. അപ്പൊ നമുക്ക് ആർഗ്യുമെന്റ് കാണണം. 2 ഭാഗത്തും ആർഗ്യുമെന്റ് കൊടുത്തു. ആർഗ്യുമെന്റ് കൊടുത്തു. z ബാറിന്റെ ആർഗ്യുമെന്റ് എന്താക്കണം? z-ന്റെ ആർഗ്യുമെന്റ് ആക്കണം. അപ്പൊ ഒരു നെഗറ്റീവ് പുറത്തേക്ക് ചാടി. ഇവിടെ ഐയും ഒമേഗ ബാർ ഉണ്ട്. അപ്പൊ ആർഗ്യുമെന്റ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളിലേക്ക് പോയപ്പോ അഡീഷൻ ആയി മാറി. ഐന്റെ ആർഗ്യുമെന്റ് എപ്പോഴും ഈ ഇമാജിനറി, ഈ പ്യുവർ ഇമാജിനറിയിലൊക്കെ ആർഗ്യുമെന്റ് എത്രയാണ്? π/2 ആണ്. ഓക്കെ, ഈ പോസിറ്റീവ് എക്സ് ആക്സിലുള്ള ആർഗ്യുമെന്റ് എത്രയായിരിക്കും വരിക? പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ ഒക്കെ പ്യുവർ റിയൽ നമ്പേഴ്സ് ഇല്ലേ, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്, അവരുടെ ഒക്കെ ആർഗ്യുമെന്റ് പോസിറ്റീവ് എക്സുമായിട്ടുള്ള ആംഗിൾ 0 തന്നെയാണ്. അവരുടെ ഒക്കെ ആർഗ്യുമെന്റ് 0 ആണ്. നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ ആർഗ്യുമെന്റ് പൈ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത് കൊടുത്തു. അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് π/2 ആണ്. മൈനസ് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ പറഞ്ഞു ഒമേഗയ്ക്ക് എത്ര? അപ്പൊ ഒരു നെഗറ്റീവ് പുറത്തേക്ക് ചാടി. അപ്പൊ നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ അല്ലേ വേണ്ടത്? അപ്പൊ ആർഗ്യുമെന്റ് ഓഫ് ഒമേഗ ഈക്വൽ ടു π/2 പ്ലസ് ആർഗ്യുമെന്റ് ഓഫ് സെഡ് എന്ന് കിട്ടി. അതോടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയും ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമായതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത്. ആർഗ്യുമെന്റ് വെച്ചിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് അതിൽ ചോദിക്കുന്നുണ്ട്. ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്യും. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 2016 തന്നെ വേറൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇഫ് മോഡുലസ് ഓഫ് z minus 3/z equal to 2, then the greatest value of mod z ആണ് ചോദിക്കുന്നത്. mod z ന്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ കാണണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട രീതിയാണ്. ഇങ്ങനെയുള്ള നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ ആ രീതി നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് കാണുമ്പോൾ 2-3 ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ആ ട്രാക്കിലേക്ക് വരും. 2-3 ചെയ്താൽ തന്നെ ആ ട്രാക്കിലേക്ക് വരുള്ളൂ. 2-3 ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രാക്കിലേക്ക് വരും. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് 1, 2, 3, 4, 5. അപ്പൊ നമുക്ക് നോക്കാം. മോഡ് സെഡിന്റെ ഗ്രേറ്റസ്റ്റ് വാല്യൂ വന്നിട്ടുള്ളത് നമുക്ക് ഇതാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? മോഡുലസ് ഓഫ് സെഡ് എന്ന് വിളിക്കാൻ. ഇവിടെ എന്താണ്? മോഡ് സെഡിന്റെ ഒപ്പം -3/z ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. അങ്ങനെ മോഡുലസ് ഓഫ് ഞാൻ എന്ത് ചെയ്യും? സെഡ് ഇവിടെ ഓൾറെഡി ഉണ്ട്. നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് 3 - z -3/z ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അതിനൊപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ വേർഡ് കൊടുത്തല്ലേ ഇത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിനെ നശിപ്പിക്കാനുള്ള വഴി കൂടി ഞാൻ തന്നെ ഉണ്ടാക്കണം. അതായത് +3/z കൂടി ഞാൻ കൊടുത്തു. ഒരു നഷ്ടമില്ലല്ലോ. ഇതിപ്പോ എന്തിനാ ചെയ്തത്? ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലേക്ക് എത്തിക്കണ്ടേ, അതിന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടെണ്ണാക്കി മാറ്റാം. രണ്ട് കോംപ്ലക്സ് നമ്പർ ആണ് അല്ലെ. z മൈനസ് 3/z പ്ലസ് 3/z. നമുക്കറിയാം മോഡുലസ് അഡീഷനുള്ളിലേക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. മോഡുലസ് ഓഫ് z1 പ്ലസ് z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് z1 പ്ലസ് മോഡ് z2. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് z മൈനസ് 3/z പ്ലസ് മോഡ് 3/z. ഓക്കെ, ഇതിന്റെ വാല്യൂ എത്ര പറഞ്ഞിട്ട് 2 ആണ് പറഞ്ഞത് അല്ലെ. അപ്പോൾ അവിടെ കൊടുക്കാമേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പ്ലസ് നമുക്ക് മോഡുലസ് മുകളിലും താഴെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മോഡ് 3 എത്ര മക്കളെ? 3 ഡിവൈഡ് ബൈ മോഡ് z. ഇതാണ് മോഡ് z. ഇങ്ങനെയാണ് എക്സ്പ്രഷൻ. മോഡ് z എടുത്തു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ബൈ മോഡ് z ഉണ്ട്. അപ്പൊ നമുക്ക് മോഡ് z കൊണ്ട് ഫുൾ മൾട്ടിപ്ലൈ ചെയ്യാം. മോഡ് z മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കും ഇവിടെ എന്ത് വരും? മോഡ് z സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു മോഡ് z പ്ലസ് 3. ഇതിനൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. മോഡ് z സ്ക്വയർ മൈനസ് 2 മോഡ് z മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇതിപ്പോ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ. എങ്ങനെയാണ്? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 3 ഇൻറ്റു 1 ഉണ്ട്. അപ്പൊ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടണം, അങ്ങനെയല്ലേ? അപ്പൊ 3 ഇൻറ്റു 1. അപ്പൊ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരാൾ നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് വലിയ നമ്പർ നോക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഇവിടെ എക്സിന് പകരം മോഡ് z ആണ്. അപ്പൊ മോഡ് ഇവിടെ എഴുതുന്നു മോഡ് z മൈനസ് 3 ഇൻറ്റു മോഡ് z പ്ലസ് 1 ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നെഗറ്റീവ് ആണ്. ലെസ് ദാൻ 0 എന്ന് പറയുന്ന അർത്ഥം എന്താണ്? നെഗറ്റീവോ അല്ലെങ്കിൽ പൂജ്യമോ ആവണം അല്ലെ. നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഒരാൾ നെഗറ്റീവും ഒരാൾ എന്താവണം? പോസിറ്റീവ് ആവണം. രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ളത്. ഒന്നുകിൽ ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവ് ആവണം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഈ ടേം നോക്കിയോ മക്കളെ, മോഡ് z പോസിറ്റീവ് ആണ് അല്ലെ. മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ്. അത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പ്ലസ് 1 ചെയ്യുമ്പോഴും എന്തായിരിക്കും? ഇത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇത് എന്തായിരിക്കും വരിക? അപ്പോ ഇത് പോസിറ്റീവ് ആണെങ്കിൽ അടുത്താൽ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അതിന്റെ അർത്ഥം മോഡ് z മൈനസ് 3 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 നെഗറ്റീവ് ആയിരിക്കും ചെയ്യും. ആൻഡ് മോഡ് z പ്ലസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു വരാട്ടോ. ഓക്കെ, ക്ലിയർ? ഈക്വൽ ടു 0 കേസ് ഉണ്ട്, അതുകൊണ്ടാണ്. അതായത് മോഡ് z എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 3 അപ്പുറത്ത് കൊണ്ടുപോകുക 3. ഇവിടെ എന്താണ്? മോഡ് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. അർത്ഥം എന്താ? മോഡ് z ആരെക്കാളും ചെറുതാണ്. 3 അല്ലെങ്കിൽ 3നേക്കാൾ ചെറുതോ ആണ്. അതായത് മോഡ് z മാക്സിമം വരാവുന്ന വാല്യൂ എത്രയാണ്? 3 ആണ്. 3 അല്ലെങ്കിൽ 3നേക്കാൾ ചെറുതോ ആണ് നമ്മുടെ മോഡ് z. ഇവിടെ എന്താ പറയുന്നത്? മോഡ് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. അതായത് നമ്മുടെ മോഡുലസ് ഓഫ് z ആരെക്കാളും വലുതാണ്? മൈനസ് 1 മൈനസ് 1നേക്കാൾ വലുതാണ്. മൈനസ് 1നോട് ഈക്വൽ ആവാൻ സാധ്യത അല്ലെ. മൈനസ് 1നേക്കാൾ വലുതാണ്. അപ്പോ ഈ മൈനസ് 1 എന്ന് ഇയാളുടെ മിനിമം വാല്യൂ ആണ് അല്ലെ. ഇവിടെ എന്താണ്? ഈ 3 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ മോഡ് z മാക്സിമം എത്ര വരാൻ പറ്റും? 3 വരാൻ പറ്റും. നമ്മളോട് ചോദിച്ചിരുന്നത് ഗ്രേറ്റസ്റ്റ് വാല്യൂ. ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ് ചോദിക്കുന്നത്. മാക്സിമം വാല്യൂ എത്രയാണ്? 3 ആണ്. ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇനീക്വാളിറ്റി അഡീഷണൽ ഇനീക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത്. അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യൂ. അപ്പൊ മക്കളെ 2015 ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇതിലൊരു വാക്ക് ലോക്കസ് എന്ന് പറയുന്ന ഒരു വാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇഫ് z ഈക്വൽ ടു x പ്ലസ് iy, ഓക്കെ, z ഈക്വൽ ടു x പ്ലസ് iy ഈസ് എ കോംപ്ലക്സ് നമ്പർ സച്ച് ദാറ്റ് മോഡ് z ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് iz പ്ലസ് 1, then the locus of z. അതായത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന z കോംപ്ലക്സ് നമ്പറുകൾ എന്ത് രൂപത്തിലായിരിക്കും? ആ ഇക്വേഷൻ സർക്കിളിന്റെ രൂപമാണോ അല്ലെങ്കിൽ പരാബോളയുടെ രൂപമാണോ? ഏത് രൂപത്തിലാവും അവർ കിടക്കുന്നുണ്ടാവുക? അതാണ് ചോദ്യം. ആ പോയിന്റ്സ് അടങ്ങുന്ന ആ കൂട്ടം എന്ത് രൂപമായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക? അതിന്റെ ഇക്വേഷൻ ആണ് ചോദിക്കുന്നത്. ആ രൂപത്തിൽ, അതായത് സർക്കിൾ ആണെങ്കിൽ ഉണ്ടാവും. ഫസ്റ്റ് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്, പരാബോളയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ അതിൽ ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പൊ കിട്ടും z ഈക്വൽ ടു x പ്ലസ് iy എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ലോക്കസ് ചോദിച്ചുമ്പോ z ഈക്വൽ ടു x പ്ലസ് iy തന്നിട്ടില്ലെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മോഡ് z ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് iz അല്ലേ. z നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ iz എന്ന് പറഞ്ഞാൽ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടത്. അപ്പൊ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ix പ്ലസ് i ഇൻറ്റു i മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് y എന്ന് വരും. ഓക്കെ, ഇനി ഇതിന്റെ റിയൽ പാർട്ട് ആരാ മക്കളെ? ഇതിന്റെ റിയൽ പാർട്ട് ഓഫ് iz ന്റെ റിയൽ പാർട്ട് അതാരാ? മൈനസ് y അല്ലേ.
അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് ഐ സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് വൈ പ്ലസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. സ്ക്വയർ രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൈ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും, വൈ സ്ക്വയർ പ്ലസ് 1 മൈനസ് 2y. ഈ വൈ സ്ക്വയറും ക്യാൻസൽ ആവും. എന്ത് ചെയ്യാം, ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 2y. ഇതാണ് ആൻസർ. ഏതാണ് ഓപ്ഷൻ? എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇതല്ല, എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 2y. ഓപ്ഷൻ ഇ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഏത് ഫോമിലാണ് എടുക്കുന്നത്? ഒരു പരാബോളയുടെ ഫോമാണ്. പരാബോളയാണ്. ഒരു എക്സിന് സ്ക്വയർ ഉണ്ട്, വൈക്ക് സ്ക്വയർ ഇല്ല. ഏതെങ്കിലും ഒരാൾക്ക് സ്ക്വയർ ഉണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് സ്ക്വയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പരാബോളയുടെ ഫോമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഏതാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് തന്നെ ചെയ്ത് നോക്കുക. സംശയങ്ങളൊക്കെ ചോദിക്കാം. ബൈ.